സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പാകിസ്ഥാൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് തങ്ങളുടെ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുക എന്നത്. എന്നാൽ ഇതിന് പിന്നിൽ മറ്റു ഗൂഢലക്ഷ്യങ്ങൾ ഉള്ളതായിട്ടാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ആയുധബലം തങ്ങൾക്ക് കൂടുതലാണ് എന്നും മറ്റ് രാജ്യങ്ങളെ അതിലേക്ക് എത്തിക്കാൻ കൂടുതൽ തങ്ങളുടെ ആയുധങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പാകിസ്ഥാൻ ഇപ്പോൾ പയറ്റുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവരുടെ കില്ലർ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും അടക്കം പരമാവധി വിറ്റഴിക്കാനുള്ള ഒരു ശ്രമമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾ വാങ്ങരുത് എന്ന മുന്നറിയിപ്പ് ഇന്ത്യ പലതവണ നൽകുകയും ചെയ്തു. മാത്രമല്ല മറ്റു രാജ്യങ്ങൾ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നത് അത് തടയണമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതാണ്. കാരണം ഇതിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. എന്നാൽ ഇപ്പോൾ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാകട്ടെ പാകിസ്ഥാന്റെ ആയുധങ്ങൾ വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ ആയുധങ്ങൾ വാങ്ങാൻ ഇസ്ലാമിക രാജ്യങ്ങളെ അടക്കം സമീപിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു റിപ്പോർട്ടായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പ്രാദേശിക അസ്ഥിരതയ്ക്കിടയിൽ പോലും ആ ഭീഷണികൾ നേരിടുന്ന നിരവധി മുസ്ലിം രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ആണവായുധ ആ ഒരു കുടയ്ക്ക് കീഴിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. ഇക്കാരണത്താൽ സൗദി അറേബ്യ കഴിഞ്ഞ സെപ്റ്റംബറിൽ പാകിസ്ഥാനുമായി ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പാകിസ്ഥാന് അവരുടെ ആണവായുധങ്ങൾ ഒരു രാജ്യത്തിനും കൈമാറാനോ അല്ലെങ്കിൽ വിൽക്കുവാനോ കഴിയില്ല. എങ്കിൽ പോലും മറ്റൊരു രാജ്യത്തെയും ആണവായുധങ്ങൾ കൊണ്ട് സജ്ജീകരിക്കുവാനും കഴിയില്ലെങ്കിൽ പോലും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് തന്ത്രപരമായ ഗ്യാരണ്ടി നൽകാൻ അവർ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 8 മുസ്ലിം രാജ്യങ്ങൾ പാകിസ്ഥാനുമായി തന്നെ പ്രതിരോധ പങ്കാളിത്തം അത് തേടിയിട്ടുണ്ട് എന്നതാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദർ അവകാശപ്പെട്ടിരിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് ഇസ്ലാമാബാദ് $8 ബില്യൺ പ്രതിരോധ കയറ്റുമതി ഓർഡറുകൾ നേടിയിട്ടുണ്ട്. അടുത്ത 3 മുതൽ 5 വർഷത്തിനുള്ളിൽ തന്നെ $20 ബില്യൺ ആയുധ വിൽപ്പന അവർ ലക്ഷ്യമിടുന്നു. എന്നിരുന്നാൽ പോലും ഈ അവകാശവാദങ്ങൾ എല്ലാം തന്നെ തെറ്റാണ്. കാരണം ഈ കരാർ അന്തിമമായാലും JF-17 ചൈനയ്ക്ക് 65% ഓഹരിയുണ്ട് എന്നതാണ്. ലാഭത്തിന്റെ 65% ചൈനയ്ക്കായിരിക്കും ലഭിക്കുക. ഇത് വെറും ഒരു പ്രതിരോധ ഇടപാട് അത് മാത്രമല്ല, മറിച്ച് ഒരു ദീർഘകാല ജിയോ പൊളിറ്റിക്കൽ ഗെയിം പ്ലാനാണ് എന്നതാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതിനായി തന്നെ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പാകിസ്ഥാനെ ഒരു നേതാവായി തന്നെ ചിത്രീകരിക്കുകയാണ് അസീം മുനീർ. ഈ പദ്ധതിയുമായിട്ടാണ് ഇത്തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ അസീം മുനീർ ആകട്ടെ ഇസ്ലാമിക രാജ്യങ്ങളുമായി തന്നെ ആയുധം വിൽക്കാൻ കരാറുകളിൽ ഒപ്പിടാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. ഇന്തോനേഷ്യ, അസർബൈജാൻ, സുഡാൻ, ലിബിയ, സൗദി അറേബ്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ JF-17 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്നതാണ് അസീം മുനീർ വ്യക്തമാക്കുന്നത്. ഈ അവകാശവാദങ്ങൾ ശരിയാണോ അതോ വെറും പ്രചരണം മാത്രമാണോ എന്നതും ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് വ്യാജവും പ്രചരണവുമാണ് അല്ലെങ്കിൽ വ്യാജമായ പ്രചരണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നതാണ് പാകിസ്ഥാനിലെ ചില വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഒരു പാകിസ്ഥാൻ പത്രപ്രവർത്തകനാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നതും. അതിനാൽ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ചതെന്നും ആരോപിക്കപ്പെടുന്നു. എന്നിരുന്നാൽ പോലും പാകിസ്ഥാൻ സൈനിക മേധാവി അവിടെ വികസിപ്പിച്ചെടുക്കുന്ന പ്രതിരോധ സിദ്ധാന്തമാകട്ടെ അത് പാകിസ്ഥാനെ ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതാവായി തന്നെ അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒരു സംരക്ഷണം എന്നതാണ് അസീം മുനീർ വിശേഷിപ്പിക്കുന്നത്. ഈ സിദ്ധാന്തത്തിന് അനുസൃതമായി തന്നെ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, സൈനിക പരിശീലനം എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആഗോള അസ്ഥിരതയ്ക്കിടയിൽ പാകിസ്ഥാനെ സ്വയം പ്രഖ്യാപിത സംരക്ഷകനായി തന്നെ അത് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഈ ഒരു തന്ത്രത്തിലൂടെ തന്നെ ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ ഇതിനെ വിശ്വസിക്കപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.